Hello, welcome to I Plus Training Solutions. നമ്മൾ ചെയ്യുന്നത് ഹിസ്റ്ററിയുടെ ജൂൺ 2024 ക്യാൻസൽഡ് എക്സാം അഥവാ ഓഗസ്റ്റിൽ നടന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ഡേ. നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നും ഒരു 10 ക്വസ്റ്റ്യൻ ഫ്രം മോഡേൺ ഇന്ത്യ അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ എനിവേ ലെറ്റ്സ് ബിഗിൻ. Okay, so this is the first question. The author of the book Indian War of Independence 1857. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു റീസെന്റ് ഫേവറേറ്റ് ഏരിയ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഈ റീസെന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. സോ ദ ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ആരാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദ്, ഓപ്ഷൻ ബി ഓറോബിന്ദോ ഘോഷ്, ഓപ്ഷൻ സി ഭഗത് സിംഗ്, ഓപ്ഷൻ ഡി വി ഡി സവർക്കർ. ആരാണ് കറക്റ്റ് ആൻസർ? കേരളത്തിന്റെ കറക്റ്റ് ആൻസർ അധികം ചിന്തിക്കാനൊന്നുമില്ല, ഓപ്ഷൻ ഡി വി ഡി സവർക്കർ ആണ്. സോ സവർക്കർ ഈ ഒരു 1857 റിവോൾട്ടിന്റെ 50 വർഷം തികയുന്ന കാലഘട്ടം. അന്ന് അദ്ദേഹം ലണ്ടനിലായിരുന്നു. 1907 50 ഇയേഴ്സ് തികയാ. അപ്പൊ അദ്ദേഹം ലണ്ടനിലായിരുന്നു. ലണ്ടനിലെ ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഒരു ഇന്ത്യ ഹൗസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇന്ത്യ ഹൗസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പ് ഒക്കെ ആയിട്ട് അദ്ദേഹം ലണ്ടനിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എന്ത് ചെയ്തു? ഈ 1907 ഈ 1857 റിവോൾട്ടിന്റെ 50 വർഷം ലണ്ടനിൽ വെച്ച് ആഘോഷിച്ചപ്പം അദ്ദേഹത്തിന് തോന്നുകയാണ് ഇതുവരെ 1857 റിവോൾട്ടിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന എല്ലാ ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ എല്ലാ വർക്കുകളും അതൊരു ബ്രിട്ടീഷ് പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നമ്മൾ രക്തസാക്ഷികളൊക്കെ അവർ മേർലി മ്യൂട്ടണിയേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ബാർബേറിയൻസ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഓർത്തഡോക്സ് ഹിന്ദുസ് ഹു ചലഞ്ച് ദ ക്രിസ്ത്യാനിറ്റി ഒക്കെ ആയിട്ടായിരുന്നു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സവർക്കറിന് തോന്നുകയാണ് എന്തുകൊണ്ട് ഈ ഒരു 1857 റിവോൾട്ടിന്റെ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഒരു വർക്ക് എഴുതിക്കൂടാ എന്നുള്ളത്. അങ്ങനെ 1909 ഈ ഒരു വർക്ക് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള വർക്ക് സവർക്കർ എഴുതി സീക്രട്ട് ആയിട്ട് എഴുതി 1909 പബ്ലിഷ് ചെയ്തു. തൊട്ടടുത്ത വർഷം 1910 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സവർക്കറിന്റെ മേൽ സെഡീഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അതും 25 ഇയേഴ്സ് ഉള്ള 2 കുറ്റങ്ങളായിരുന്നു സവർക്കറിന്റെ മേൽ ചാർജ് ചെയ്തിട്ടുള്ളത്. 25 ഇയേഴ്സ് തടവ് ശിക്ഷയുള്ള, സോ ടോട്ടൽ 50 വർഷത്തേക്കുള്ള ഒരു തടവ് ശിക്ഷയായിരുന്നു സവർക്കറിന്റെ മേൽ വിധിച്ചിട്ടുള്ളത്. 1911 വീണ്ടും സവർക്കറിനെ ആൻഡമാനിലെ കാലാപാനി ജയിലിലേക്ക് കടക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. സോ ഇതാണ് ആ ഒരു ബുക്കിന്റെ ഹിസ്റ്ററി എന്നുള്ളത്. സോ സവർക്കർ ലണ്ടനിൽ പോയിട്ട് 1906 സവർക്കർ അവിടെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും ഒന്ന് ഓർത്തിരിക്കുക, ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നുള്ള ഒരു ഓർഗനൈസേഷൻ സവർക്കർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി സവർക്കർ എഴുതിയിട്ടുള്ള ബാക്കി ബുക്സുകളൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്ന് 1857 ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊരു വർക്ക് ഉണ്ട്. 1857 ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊരു വർക്ക് ഉണ്ട്. Okay, next one is Hindutva who is Hindu എന്നൊരു വർക്ക്. ഹിന്ദുത്വ who is Hindu എന്നൊരു വർക്ക്. പിന്നെ മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ്, 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഹിന്ദു രാഷ്ട്ര ദർശൻ. സോ ഈ ഹിന്ദു രാഷ്ട്ര ദർശനെ പറ്റി പറയുകയാണെങ്കിൽ 1937 മുതൽ 1942 വരെ സവർക്കർ ആയിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് എന്നുള്ളത്. സോ ഈ ഹിന്ദു മഹാസഭയ്ക്ക് ആനുവൽ സെഷൻസ് ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് ലൈക്ക് INC-ക്കൊക്കെ എല്ലാ വർഷവും അവരുടെ സെഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ ഹിന്ദു മഹാസഭയുടെ ഈ ആനുവൽ സെഷനിൽ പ്രിസൈഡ് ചെയ്തുകൊണ്ട് സവർക്കർ സംസാരിച്ചിട്ടുള്ള സ്പീച്ചുകളാണ് ഹിന്ദു രാഷ്ട്ര ദർശൻ എന്നുള്ള വർക്കായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. 1942 കാലഘട്ടത്തിലാണ് ഹിന്ദു രാഷ്ട്ര ദർശൻ പുറത്തിറങ്ങുന്നത്. ഹിന്ദുത്വ ഹു ഈസ് ഹിന്ദു എന്നുള്ള വർക്ക് 1924 സവർക്കറിന്റെ ഒരു നമ്മൾ പറഞ്ഞു സവർക്കറിന് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 14 വർഷങ്ങൾക്ക് ശേഷം 14 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ച സവർക്കർ എന്ത് ചെയ്തു? സവർക്കറിന് കുറച്ച് കണ്ടീഷനോടുകൂടെ ഉപാധികളോടുള്ള റിലീസ് കൊടുത്തു. അങ്ങനെ സവർക്കർ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയ വർക്കാണ് ഹിന്ദുത്വ എന്നുള്ളത്. ആ സമയത്ത് പബ്ലിഷ് ചെയ്ത വർക്കാണ്. നെക്സ്റ്റ് ആണ് ഇൻസൈഡ് ദ എനിമി ക്യാമ്പ്. സവർക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇൻസൈഡ് ദ എനിമി ക്യാമ്പ് എന്നുള്ള വർക്ക്. പിന്നീടതാണ് കാലാപാനി എന്നുള്ള വർക്ക്. പിന്നെ ഹിന്ദു പദ്ഷാഹി എന്നുള്ളത്. അപ്പം ഇതേ ഒരു സമാനമായിട്ട് ഒരു അഖണ്ഡ് ഹിന്ദു എന്നുള്ളൊരു വർക്ക് ഉണ്ട്. അത് സവർക്കറിൻ്റെതല്ല ഓർക്കുക. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സവർക്കറിൻ്റെതാണെന്ന് ചിന്തിച്ചു. കാരണം സവർക്കർ അഖണ്ഡ് ഹിന്ദുസ്ഥാൻ വേണം എന്നൊക്കെ ഒരു വാദം സവർക്കറിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ പേരിലുള്ള വർക്ക് സവർക്കറിൻ്റെതല്ല. ഓക്കെ, സോ ക്ലിയർ.
നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഗെയിൻ സവർക്കറിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു ചോദ്യം. സവർക്കറിനെ പറ്റി എനിക്ക് തോന്നുന്നു ആ ഒരു എക്സാമിൽ 6ഓളം ക്വസ്റ്റ്യൻ സവർക്കറിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യനും. അത് കൂടാതെ പിന്നെ ഈ 1857 ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന വർക്കിന്റെ ഓഥർ ആരാണെന്നുള്ളൊരു ചോദ്യം സവർക്കറിനെ പറ്റി ഉണ്ടായിരുന്നു. സോ ചോദ്യം ഇതാണ്, മിത്രമേള വാസ് സ്റ്റാർട്ടഡ് ബൈ VD Savarkar in the year 1900 at. സോ മിത്രമേള എന്നുള്ള സവർക്കറിന്റെ ഓർഗനൈസേഷൻ എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പൂണ, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി രത്നാഗിരി, ഓപ്ഷൻ ഡി നാസിക്. പൂണ, ബോംബെ, രത്നാഗിരി, നാസിക്. എവിടെയാണ് മിത്രമേള സ്റ്റാർട്ട് ചെയ്യുന്നത്? നാസിക്കിൽ വെച്ചിട്ടാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സവർക്കറിന്റെ മിത്രമേള വരുന്നത്. ഓക്കെ, രത്നാഗിരി ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് രത്നാഗിരി ഹിന്ദു സഭ എന്നുള്ള രീതിയിൽ 1924 സവർക്കറുടെ ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു മിത്രമേളയുടെ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി എന്ന് വെച്ചാൽ 1897 ചപ്പേക്കർ ബ്രദേഴ്സ് എന്ന് പറയപ്പെടുന്ന 3 ആൾക്കാർ, ഈ 3 പേര് കൂടിയിട്ട് പൂണെയിലെ പ്ലാഗ് കമ്മീഷണർ ആയിരുന്ന WC റാൻഡിനെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഐറസ്റ്റിനെയും വധിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു റവല്യൂഷണറി ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് പറയപ്പെടുന്ന 1897 ഒരു ഇൻസിഡന്റ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് WC റാൻഡിനെയും ഐറസ്റ്റിനെയും വധിച്ചു എന്ന് വെച്ചാൽ they were so unjust and unofficial officers. അവർ ഭയങ്കര അൺജസ്റ്റ് ആയിട്ടായിരുന്നു ഈ പ്ലാഗ് സമയത്ത് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു എന്ത് ചെയ്തത്, ചപ്പേക്കർ ബ്രദേഴ്സ് അവരെ വധിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ ചപ്പേക്കർ ബ്രദേഴ്സിന് എന്ത് ചെയ്തു, പിന്നീട് നാടുകടത്തുകയും തൂക്കിലേറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ആ ഒരു സഫറിങ്സ് അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഈ ചപ്പേക്കർ ബ്രദേഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു സാക്രിഫൈസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് തിലക് എന്ത് ചെയ്തിട്ടുള്ളത്, തിലക് അല്ല, നമ്മുടെ VD സവർക്കർ ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് മിത്രമേള. 1899 ആ ഒരു കാലഘട്ടത്തിലാണ് മിത്രമേള വരുന്നത്. പിന്നെ 1904 സവർക്കറിന് ഒരു അഭിനവ് ഭാരത സൊസൈറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്ത് ചെയ്തു, മിത്രമേളയും അഭിനവ് ഭാരത സൊസൈറ്റിയും ഒന്നായി. ഇവരൊരുപാട് റെവല്യൂഷണറി ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നിങ്ങൾ നാസിക് കോൺസ്പിറസി കേസ് കേട്ടിട്ടുണ്ടാവും. 1909 നാസിക് ഡിസ്ട്രിക്റ്റിലെ കളക്ടർ ആയിരുന്ന AMG ജാക്സനെ ഈ ഒരു അഭിനവ് ഭാരത സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മിത്രമേളയിലെ മെമ്പേഴ്സ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. സോ ആ റെവല്യൂഷണറി ടെററിസ്റ്റ് ആക്ടിവിറ്റിയുടെ മറ്റൊരു എക്സാമ്പിൾ ആണ് 1909 നാസിക് കോൺസ്പിറസി കേസ് എന്നുള്ളത്. AMJ ജാക്സൺ എന്ന് പറയപ്പെടുന്ന നാസിക് ഡിസ്ട്രിക്ട് കളക്ടറെ ആയിരുന്നു ഇവർ വധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആനന്ദ് ലക്ഷ്മൺ കൻഹേരി എന്ന് പറയുന്ന അഭിനവ് ഭാരത് സൊസൈറ്റിയിലെ ഒരു മെമ്പറെ തൂക്കിലേറ്റുകയും മറ്റു ചില ABVP അഥവാ അഭിനവ് ഭാരത് സൊസൈറ്റിയിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഒരു മിത്രമേള എന്നുള്ള ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത് മാസിനിയുടെ യങ് ഇറ്റലി എന്നുള്ള ആ ഒരു വർക്ക് എന്നാണ്. മാസിനി എന്നുള്ളത് VD സവർക്കറിനെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു മാസിനി എന്നുള്ളത്. ആൻഡ് ഈവൻ VD സവർക്കർ റോട്ട് എ ബയോഗ്രഫി ഓഫ് മാസിനി ഇൻ ദ ടൈറ്റിൽ മാസിനി ചരിത്ര എന്നുള്ളത്. മാസിനിയുടെ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുള്ള ഒരു റെവല്യൂഷണറി കൂടിയാണ് VD സവർക്കർ എന്നുള്ളത്. മാസിനി ചരിത്ര എന്നുള്ള പേരിൽ VD സവർക്കറിന്റെ ഒരു വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിനെ പറ്റിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ VD സവർക്കറിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ നെറ്റ് എക്സാമിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് VD സവർക്കറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ഓക്കെ, സോ VD സവർക്കറിലേക്ക് വരികയാണെങ്കിൽ സവർക്കർ ജനിക്കുന്നത് 28 മെയ് 1883 28 മെയ് 1883 സവർക്കറിന്റെ ജനനം എന്നുള്ളത്. അദ്ദേഹം ഒരു ചിത്ഭവൻ ബ്രാഹ്മിൺ ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത് ഇൻ ദ വില്ലേജ് ഓഫ് ഭാഗൂർ നിയർ നാശിക്, മഹാരാഷ്ട്ര. ഓക്കെ, സോ അതിനകത്ത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും 1883 കോൺഗ്രസിന്റെ ഫോർമേഷന്റെ 2 വർഷം മുന്നേ സവർക്കർ ജനിച്ചു എന്നുള്ളത് ഓർത്ത് വെക്കുക. സവർക്കറിന്റെ മദർ രാധാബായി സവർക്കർ ആണ്. രാധാബായി സവർക്കർ സവർക്കറിന്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ അമ്മയെ സവർക്കറിന് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ സവർക്കറിനെ വളർത്തുന്നതും സവർക്കറിനെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു തീവ്ര ദേശീയവാദിയൊക്കെ ആക്കി മാറ്റിയിട്ടുള്ളത് സവർക്കറിന്റെ ഫാദർ ആയിട്ടുള്ള ദാമോദർ സവർക്കർ ആണ്. സോ ദാമോദർ സവർക്കർ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് ഈ രാമായണയിലെ മഹാഭാരതത്തിലെ കഥകളും അതുപോലെ തന്നെ ശിവജിയുടെയും ഗുരു ഗോവിന്ദ് സിംഗിന്റെ ഒക്കെ ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറീസ് ഒക്കെ സവർക്കറിന്റെ ആ ഒരു സോഷ്യലൈസേഷൻ പീരീഡിൽ ദാമോദർ സവർക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു പ്ലാഗ് ബാധിച്ചു ദാമോദർ സവർക്കറും എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. പിന്നീട് ഗണേഷ് സവർക്കർ എന്ന് പറയപ്പെടുന്ന സവർക്കറിന്റെ ബ്രദർ ആണ് സവർക്കറിനെ വളർത്തുന്നത്.
സോ ഇതാണ് ഒരു ഏർലി ലൈഫ്ഹുഡ് ഓഫ് സവർക്കർ എന്നുള്ളത്. പണ്ടേ ഭയങ്കര ഇന്റലക്ച്വൽ ആയിരുന്നു. മറാത്തി ലാംഗ്വേജിൽ ഒരുപാട് പോയംസ് ഒക്കെ സ്കൂൾ ടൈംസിലൊക്കെ എഴുതുന്ന വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വി.ഡി. സവർക്കർ എന്നുള്ളത്. ഇനി സവർക്കറിന്റെ ഒരു ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ നമുക്കതിനെ 3 കാറ്റഗറീസ് അല്ലെങ്കിൽ 3 പീരീഡുകളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്കതിനെ 3 ബ്രോഡ് ഫേസുകളാക്കി പഠിക്കാൻ പറ്റും. ഒന്ന് എന്നുള്ളത് യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഫെർഗൂസൺ കോളേജിലെ ഗ്രാജുവേഷൻ കാലഘട്ടവും അതിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം. പിന്നീട് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി, സെഡീഷൻ ചാർജ് ചെയ്ത് 1910 വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബർ ഐലാൻഡിലെ കാലാപാനി ജയിലിൽ അടക്കപ്പെട്ടു. ആ ഒരു കാലഘട്ടം 1910 മുതൽ 1936 വരെയുള്ള കാലഘട്ടം. പിന്നീട് കണ്ടീഷൻ റിലീസ് ഒക്കെ പുറത്തു വന്നിട്ട് ഒരു തീവ്ര ഹിന്ദുത്വവാദിയായിട്ട് മാറുന്ന സവർക്കറിന്റെ ഒരു കാലഘട്ടം. സോ ഇവിടെ തന്നെ മനസ്സിലാക്കി വെക്കാം, സവർക്കർ എന്നുള്ളത് കുറെ എന്താണ്, എസ്പെഷ്യലി ഈ ഹിന്ദുത്വത്തിൽ നിലനിൽക്കുന്ന ജാതിക്കെതിരെ, അൺടച്ചബിലിറ്റിക്കെതിരെ, ആ ഒരു ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെ എതിരെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു സവർക്കർ എന്നുള്ളത്. ഓക്കെ, നമുക്ക് സവർക്കറിന്റെ ഏർലി ഫേസിലേക്ക് വരികയാണെങ്കിൽ, ഫ്രം എ യങ് ഏജ് ഹി റോട്ട് പോയംസ് ആൻഡ് പ്ലേസ് പബ്ലിഷ്ഡ് ഇൻ മറാത്തി ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേണൽസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മറാത്തി ലാംഗ്വേജ് അല്ലെങ്കിൽ മറാത്തി ന്യൂസ് പേപ്പേഴ്സിലേക്കും ജേണൽസിലേക്കൊക്കെ പോയംസ് ഒക്കെ എഴുതുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു സവർക്കർ എന്നുള്ളത്. 1899-1900 ഈ ഒരു കാലഘട്ടത്തിൽ സവർക്കർ എന്ത് ചെയ്തു? മിത്രമേള എന്ന് പറയപ്പെടുന്ന ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഫ്രം നാസിക്കിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്നുള്ളത് 1897 ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ഇൻസിഡന്റ് ആണ്. ചപ്പേക്കർ ബ്രദേഴ്സ് അസാസിനേറ്റഡ് ദ ബ്ലാക്ക് കമ്മീഷണർ ഓഫ് പൂണ W.C. റാൻഡ് ആൻഡ് ഹിസ് അസിസ്റ്റന്റ് ഐറസ്റ്റിനെയും W.C. റാൻഡിനെയും ചപ്പേക്കർ ബ്രദേഴ്സ് വധിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ് ആണ് സവർക്കറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ സവർക്കറിന്റെ ഫോറെവർ ഇൻസ്പിറേഷൻ എന്നുള്ളത് അത് തിലകാണ് കേട്ടോ. സവർക്കറിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച മറ്റൊരു എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ് തിലക് എന്നുള്ളത്. എനിവേ, എ സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് ഓഫ് ദിസ് റെവല്യൂഷണറി യൂത്ത് കളക്റ്റീവ്, അഥവാ ഈ മിത്രമേളയുടെ ഒരു സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കാസ്റ്റ് ഡിസ്റ്റിങ്ഷന് എതിരായിരുന്നു. ഹിന്ദുസത്തിൽ നിലനിൽക്കുന്ന ഈ കാസ്റ്റ് പ്രാക്ടീസസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ ഈവിൾസും ബാക്കി എല്ലാ കാര്യങ്ങളെയും ആര് എതിർത്തിട്ടുണ്ടായിരുന്നു? മിത്രമേള എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് കൂടാതെ മിത്രമേളയുടെ ഭാഗമായിട്ട് അവര് ഗണപതി, ശിവജി ഫെസ്റ്റിവൽസും ഈ പറയപ്പെടുന്ന പോലെയുള്ള ചില ഫെസ്റ്റിവൽസും ഇവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? നാഷണലിസം എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ പാട്രിയോട്ടിക് ഫീലിംഗ് ആൾക്കാർക്കിടയിൽ ഇൻജക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1901 സവർക്കർ എവിടെ ജോയിൻ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഫെർഗൂസൺ കോളേജിൽ സവർക്കർ ജോയിൻ ചെയ്തത്, പൂനെയിലെ മഹാരാഷ്ട്രയിലെ ഫെർഗൂസൺ കോളേജിൽ. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സവർക്കർ ഗ്രാജുവേറ്റഡ് ഫ്രം വിച്ച് കോളേജ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ സവർക്കറിന്റെ ഗ്രാജുവേഷൻ ഫെർഗൂസൺ ആണ്. പിന്നീട് ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിക്കുന്നു ഗ്രേസിനിൽ. ഓക്കെ, ഇംഗ്ലണ്ടിലെ ഗ്രേസിനിൽ. എനിവേ, അദ്ദേഹത്തിന്റെ കോളേജ് ലൈഫിൽ ഹി വാസ് ഡീപ്ലി ഇൻസ്പയർഡ് ബൈ മാസിനി. ഇതാണ് നമ്മൾ പറഞ്ഞത്, മിത്രമേള എന്നുള്ള ആ ഒരു ടൈറ്റിലൊക്കെ വരുന്നത് മാസിനിയുടെ ബുക്കിൽ നിന്നാണ്, യങ് ഇറ്റലിയിൽ നിന്നാണ്. സോ അദ്ദേഹത്തിന്റെ കോളേജ് ലൈഫിൽ അദ്ദേഹത്തിന് മാസിനിയെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. മാസിനിയുടെ ഐഡിയോളജി, മാസിനി എന്നുള്ള ആ ഒരു വിപ്ലവകാരുടെ ഐഡിയോളജി, അവരുടെ വർക്കുകൾ, അവരുടെ വേ ഓഫ് ആക്ടിവിറ്റി, ഇതൊക്കെ സവർക്കറിനെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നുകൊണ്ടാണ് മാസിനിയുടെ ഒരു വർക്കിന്റെ അഥവാ മാസിനിയുടെ ബയോഗ്രഫിയുടെ ട്രാൻസ്ലേഷൻ ഒക്കെ ആര് നടത്തിയിട്ടുള്ളത്? വി.ഡി. സവർക്കർ നടത്തിയിട്ടുള്ളത്. മാസിനി ചരിത്ര എന്നുള്ള ഒരു വർക്ക് വി.ഡി. സവർക്കറിൻ്റെതാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? 1904 കാലഘട്ടത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിത്രമേള വന്നു. മിത്രമേളയ്ക്ക് ശേഷം അഭിനവ് ഭാരത് സൊസൈറ്റി വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. ഈ അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ മെമ്പർ ആയിക്കൊണ്ട് ആര് വരുന്നു? സവർക്കർ വരുന്നു. ആൻഡ് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പാർട്ടീഷൻ ആൻഡ് സ്വദേശി മൂവ്മെന്റ്, ആന്റി പാർട്ടീഷൻ മൂവ്മെന്റും സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റും നടക്കുന്ന ഒരു കാലഘട്ടമാണ് 1905 എന്നുള്ളത് അല്ലെ. ഓഗസ്റ്റ് 7, 1905 ആ ഒരു ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ ഒക്കെ വരുന്നത്. ഒക്ടോബർ 16, 1904 ബോയ്ക്കോട്ട് നിലവിൽ വന്നു. സോ ഈ സമയത്ത് എന്ത് നടക്കുന്നുണ്ട്? എഗൈൻസ്റ്റ് ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ആന്റി പാർട്ടീഷൻ മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്ന കാലഘട്ടമാണ്. ആന്റി പാർട്ടീഷൻ മൂവ്മെന്റിന്റെ കൂടെ സ്വദേശി മൂവ്മെന്റും ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഒക്കെ. സോ ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സവർക്കർ എന്ത് ചെയ്തു? സവർക്കർ ബ്രിട്ടീഷ് ക്ലോത്ത്സ് ബേൺ ചെയ്യുന്ന നമ്മുടെ ബാലഗംഗാധർ തിലകിന്റെ എക്സ്ട്രീമിസ്റ്റുകളുടെ ആക്ടിവിറ്റി ആയിരുന്നു അതൊക്കെ. സോ ബാലഗംഗാധർ തിലകിന്റെ കൂടെ നിന്നുകൊണ്ട് സവർക്കറും ഈ ബ്രിട്ടീഷ് ക്ലോത്ത്സ് ബേൺ ചെയ്യുന്ന ഈ വക പരിപാടികൾക്കൊക്കെ സവർക്കറും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്നത് ഫെർഗൂസൺ കോളേജിലാണ് കേട്ടോ.
ഗവൺമെന്റിന്റെ കോളേജാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കോളേജാണ്. സോ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തെ ഫൈൻ ചെയ്യും, സവർക്കറിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. ആ സമയത്ത് സവർക്കറിനെ വീണ്ടും കോളേജിലേക്ക് റീ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സവർക്കറിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആള് ബാലഗംഗാധർ തിലകാണ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും സവർക്കറിന്റെ ലൈഫിലെ പല ക്രൂഷ്യൽ പീരീഡിലും ആരുടെ ഹെൽപ്പ് ഉണ്ട്, ബാലഗംഗാധർ തിലകിന്റെ ഹെൽപ്പ് സവർക്കറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ എനിവേ ആ ഒരു ബേണിംഗ് ഓഫ് ബ്രിട്ടീഷ് ക്ലോത്ത്സ് എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി സവർക്കറിന് ഫൈൻ നേടിക്കൊടുത്തു, അദ്ദേഹത്തിന് കോളേജിൽ നിന്ന് പുറത്താക്കി, വീണ്ടും തിലക് വന്നു. തിലകിനെ പറ്റി പറയുകയാണെങ്കിൽ തിലക് ഇസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദിസ് ഫെർഗൂസൺ കോളേജ്. ഈ ഫെർഗൂസൺ കോളേജിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് ആര്, ബാലഗംഗാധർ തിലക് എന്നുള്ളത്. അതുകൊണ്ടാണ് തിലക് വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, സവർക്കറിനെ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീട് അങ്ങനെ 1905 കൂടി അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് പുനർപഠനം, നിയമം പഠിക്കണം, ലോ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോകാൻ സവർക്കർ പ്ലാൻ ചെയ്തു. അപ്പൊ അന്ന് ലണ്ടനിൽ എന്താണ്, ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഹൗസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനൊക്കെ അവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാഡമിക് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ട് ശ്യാംജി കൃഷ്ണവർമ്മയുടെ. അപ്പം ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന പേര് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജേണലും നിങ്ങൾ കൂടെ ഓർക്കണം. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നൊരു ജേണൽ ആരുടേതാണ്, ശ്യാംജി കൃഷ്ണവർമ്മയുടേതാണ്. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണൽ. ഓക്കെ, സോ തിലക് എന്ത് ചെയ്തു, തിലക് ശ്യാംജി കൃഷ്ണവർമ്മയായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പറയപ്പെടുന്ന ഫെലോഷിപ്പ് സവർക്കറിന് നേടിക്കൊടുത്തു. അങ്ങനെ സവർക്കർ ഇവിടത്തേക്ക് എത്തി. സവർക്കർ 1906 സവർക്കർ ലണ്ടനിലെത്തി. സവർക്കർ അവിടെ എത്തി ലണ്ടനിൽ നിയമം പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. ഇന്ത്യൻ ഹൗസ്, ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഇന്ത്യൻ ഹൗസിലായിരുന്നു സവർക്കറിന്റെ അക്കോമഡേഷൻ. ഇതും ചോദിച്ചിട്ടുണ്ട്, സവർക്കർ താഴെ പറയപ്പെടുന്ന ഏതൊക്കെ ഓർഗനൈസേഷനിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിൽ ഇന്ത്യൻ ഹൗസ് ഉണ്ട്. ഇന്ത്യൻ ഹൗസ് സവർക്കർ ഫൗണ്ട് ചെയ്ത ഓർഗനൈസേഷൻ അല്ല, പക്ഷെ സവർക്കറിന്റെ ആ ഒരു ഇംഗ്ലണ്ടിലെ നിയമ പഠന കാലഘട്ടത്തിൽ സവർക്കറിനെ സഹായിച്ച അല്ലെങ്കിൽ സവർക്കർ പാർട്ടായിട്ടുള്ള അസോസിയേഷനാണ് ഇന്ത്യൻ ഹൗസ് എന്നുള്ളത്. സവർക്കറിനെ പോലെ ലാല ഹർദയാലിനെ പോലെയുള്ള ഒരുപാട് മെമ്പേഴ്സ് ഇന്ത്യൻ ഹൗസിന്റെ ഭാഗമാണ്. അങ്ങനെ 1906 സവർക്കറിൻ്റെതായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാണ് ആ ഒരു ഓർഗനൈസേഷൻ? ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നുള്ള ഒരു ഓർഗനൈസേഷൻ സവർക്കർ സ്റ്റാർട്ട് ചെയ്യുകയാണ് 1906. എന്താണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റിയുടെ അജണ്ട, അല്ലെങ്കിൽ എന്തിനാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി 1906 സവർക്കർ ലണ്ടനിൽ ഫോം ചെയ്തത്? രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ ലിബറേഷൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് സവർക്കർ അത് നടത്തിയിട്ടുള്ളത്. രണ്ട്, എന്ത് ചെയ്യണം, ഇന്ത്യൻ ഫെസ്റ്റിവൽസും അഥവാ പുറത്തുള്ള ആൾക്കാർക്കിടയിൽ, ഇപ്പൊ ലണ്ടനിലുള്ള ആൾക്കാർക്കിടയിൽ നാഷണലിസവും പാട്രിയോട്ടിസം ഒക്കെ വളർത്തുന്ന ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യയുടെ ബാക്കി ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇതിനെപ്പറ്റി ഇന്ത്യൻ കൾച്ചറിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടായിരുന്നു സവർക്കറിന്റെ ഫ്രീ ഇന്ത്യ സൊസൈറ്റി ആക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ സവർക്കർ ഇങ്ങനെ ലണ്ടനിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സവർക്കർ ആസ് എ നാഷണലിസ്റ്റ്, ആസ് എ ഫ്രീഡം ഫൈറ്റർ എന്നുള്ള രീതിയിൽ ലണ്ടനിൽ ഇങ്ങനെ റെക്കഗ്നൈസ് ആയിട്ട് വരികയാണ്. ആ ഒരു കാലഘട്ടത്തിൽ 907 വർഷം മീൻസ് 1857 റിവോൾട്ടിന്റെ ഒരു 50 years കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വേളയിൽ ലണ്ടനിൽ എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണലിസ്റ്റുകളൊക്കെ ഇപ്പൊ ലണ്ടനിലുള്ള ആൾക്കാരൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ നടത്തി, തെരുവ് നാടകങ്ങളൊക്കെ നടത്തി. എന്താണ് 1857 റിവോൾട്ട് എന്നുള്ള രീതിയിൽ അതിലെ മാട്രിയസ് അല്ലെങ്കിൽ രക്തസാക്ഷികളെയൊക്കെ ആദരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തി. പക്ഷെ എന്ത് ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സവർക്കറിന്റെ ബുക്ക് വരുന്നു. അപ്പൊ അന്ന് സവർക്കർ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ സവർക്കറിന് തോന്നി എന്തുകൊണ്ട് 1857 റിവോൾട്ടിന്റെ ഒരു ബുക്ക് എഴുതിക്കൂടാ എന്നുള്ളത് സവർക്കറിന് തോന്നി. അതിന്റെ ഭാഗമായിട്ട് സവർക്കർ എഴുതുന്ന വർക്കാണ് 1857 ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള വർക്ക്. 1857 ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള വർക്ക് സവർക്കർ എഴുതുകയാണ്. ഈ വർക്കിലാണ് എന്തിട്ടുള്ളത്, സെഡീഷൻ ചാർജ് ചെയ്തിട്ട് 1910 സവർക്കറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതോടുകൂടി സവർക്കറിന്റെ ലൈഫിലെ ഒന്നാമത്തെ കാലഘട്ടം കഴിഞ്ഞു, ഫസ്റ്റ് ഫേസ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് പറയാനുള്ളത് 1910 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 1911 50 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് സവർക്കറിനെ പറഞ്ഞയച്ചു. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹി വാസ് സെന്റ് ടു ആൻഡമാൻ ജയിലിലാണ്, റെഫർ ടു കാലാപാനി എന്ന് പറയുന്നിടത്ത്. അവിടെ സവർക്കറിന് സോളിറ്ററി കൺഫൈൻമെന്റ് അഥവാ ഏകാന്ത തടവ് ശിക്ഷയായിരുന്നു സവർക്കറിന് വിധിച്ചത്. അപ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു മനുഷ്യനോടും യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനും ഇല്ലാത്ത ഒരു ഏകാന്ത തടവ് ശിക്ഷക്ക് അങ്ങേയറ്റം ഫിസിക്കൽ ആൻഡ് മെന്റൽ ടോർച്ചറിങ് സഹിക്കുക
സഹിക്കാൻ ആര് വിധേയനായി? സവർക്കർ വിധേയനായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് കാലം 14 വർഷക്കാലം അദ്ദേഹം ആ ശിക്ഷ അനുഭവിച്ചു. പിന്നീട് എന്ത് ചെയ്തു? 1924 കൂടി സവർക്കർ റിലീസ് വാങ്ങി വന്നു. കണ്ടീഷനുകളോട്, ഉപാധികളോടുള്ള ജാമ്യം സവർക്കറിന് ലഭിച്ചു. ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ 6 ജാനുവരി 1924 14 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം സവർക്കറിന് റിലീസ് കിട്ടുകയാണ്. അപ്പൊ ഈ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 കണ്ടീഷന്റെ പുറത്തായിരുന്നു സവർക്കറിന് അന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രത്നാഗിരി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. രത്നാഗിരി വിട്ട് he was not allowed to leave രത്നാഗിരി. And secondly, he was not supposed to participate in any nationalist activities. രത്നാഗിരി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ദേശീയ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനും സവർക്കറിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 കണ്ടീഷന്റെ പുറത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? സവർക്കറിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം രത്നാഗിരിയിൽ പോയി. രത്നാഗിരിയിൽ എന്ത് ചെയ്തു? കാരണം വേറെ എവിടെയും എന്തില്ല, സഞ്ചരിക്കാൻ പറ്റില്ല, വേറൊരു മൂവ്മെന്റിന്റെ ഭാഗമാവാൻ പറ്റില്ല. അങ്ങനെ 1924 ആ ഒരു റിലീസ് സമയത്ത് 23-24 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ ഹൂ ഈസ് ഹിന്ദു എന്നുള്ള ആ ഒരു വർക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സവർക്കർ രത്നാഗിരിയിലുള്ള കാലഘട്ടത്തിലാണ് ശരിക്കും സവർക്കർ നമ്മൾ ഇന്ന് കാണുന്ന ഒരു തീവ്ര ഹിന്ദുത്വവാദിയായിട്ടുള്ള സവർക്കറായിട്ട് മാറുന്നത് ഈ രത്നാഗിരിയിലെ കാലഘട്ടത്തിലാണ്. അപ്പോൾ സവർക്കർ എന്ത് ചെയ്തു? സവർക്കറിന് നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാവാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സോഷ്യൽ റിഫോംസിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ചു. അദ്ദേഹം ഹിന്ദുയിസത്തിൽ നിലനിൽക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയും അൺടച്ചബിലിറ്റിക്കെതിരെയൊക്കെ എന്ത് ചെയ്തു? സമരങ്ങളൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ഹിന്ദു ഇൻട്രസ്റ്റുകളൊക്കെ ഇങ്ങനെ പബ്ലിക്കലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിട്ട് സവർക്കർ മാറുകയാണ്. അങ്ങനെ സവർക്കറിന്റെ രത്നാഗിരി ഹിന്ദു സഭ, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇതുവരെ ചോദിച്ചിട്ടില്ല. 1924 രത്നാഗിരി ഹിന്ദു സഭ സവർക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സവർക്കർ സ്റ്റാർട്ട് ഹിന്ദു സഭ ഇൻ വേറെ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് രത്നാഗിരിയിലാണെന്നുള്ളത് മനസ്സിലാക്കുക. രത്നാഗിരി ഹിന്ദു സഭ ജാനുവരി 1924 ഓർത്തിരിക്കണം. ഓക്കെ, സോ ഈ ഓർഗനൈസേഷൻ എന്നുള്ളത് ഇവർ കൂടുതലായിട്ടും ഹിന്ദു മഹാസഭയുടെ ഒരു റീജിയണൽ വേർഷൻ ആയിട്ടായിരുന്നു രത്നാഗിരി ഹിന്ദു സഭ ആക്ട് ചെയ്തിട്ടുള്ളത്. ഹിന്ദുസിന്റെ ലോക്കൽ ലെവൽ ഇഷ്യൂസ് ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സമയത്ത് സവർക്കർ ഒരുപാട് നാഷണൽ ലീഡേഴ്സിനെ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധിയെ കാണുന്നുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ RSSന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹെഗ്ഡ്വാറിനെ 1925 1925 he met Dr. KB ഹെഗ്ഡ്വാർ, ഫൗണ്ടർ ഓഫ് രാഷ്ട്രീയ സ്വയം സേവക സംഘ്. RSSന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹെഗ്ഡ്വാറിനെയും സവർക്കർ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സവർക്കറിന്റെ ലാസ്റ്റ് കാലഘട്ടം 1936 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഹിന്ദുത്വ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ലീഡർ ആയിട്ട് മാറുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടീഷണൽ റിലീസ് ഒക്കെ കഴിഞ്ഞു. രത്നാഗിരി വിട്ട് പുറത്തു പോകാനുള്ള പെർമിഷൻ ഒക്കെ കിട്ടി. അവിടെ അദ്ദേഹം പോയി. അവിടെ ബോംബെയിലേക്ക് പോയി. പിന്നീട് സവർക്കറിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന്റെ ബേസ് ബോംബെ ആണ്. ബോംബെയിൽ അദ്ദേഹം ഒരു ആശ്രമം സെറ്റപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ശിവജി സദൻ എന്നുള്ളത്. ഓക്കെ, അപ്പം 1937 സവർക്കർ moved to Bombay and his house Shivaji Sadan was the base from where he carried his politics. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പിന്നീടുള്ള ബേസ് ആയിട്ട് മാറുന്നത് ശിവജി സദൻ ആണ്. After 26 years since his arrest, 1910 അറസ്റ്റ് ചെയ്ത് 1936-37 കാലഘട്ടമായി സവർക്കർ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു? സവർക്കർ ഒരു ഫോർമോസ്റ്റ് റെവല്യൂഷണറി ആയിട്ടും അതുപോലെ തന്നെ ഹിന്ദു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലീഡർ ആയിട്ടും സവർക്കർ ഇങ്ങനെ ഫേമസ് ആയി കൊണ്ടേയിരിക്കുകയായിരുന്നു. 1938 മുതൽ സവർക്കർ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി ഹിന്ദു മഹാസഭയുടെ ഭാഗമായി ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിട്ട് വഹിച്ചു. അപ്പൊ ഹിന്ദു മഹാസഭ എന്നുള്ളത് 1906 തന്നെ ഇന്ത്യയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടെ ഒരു അജണ്ട എന്നുള്ളത് അഖണ്ഡ ഹിന്ദു ഭാരത് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഹിന്ദു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഹിന്ദു മഹാസഭയുടെ അജണ്ടാസ്. അങ്ങനെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി നിൽക്കുകയും 1937 മുതൽ 1942 വരെ സവർക്കർ നടത്തിയ ഒരുപാട് സ്പീച്ചുകൾ, ഹിന്ദു മഹാസഭയുടെ ആനുവൽ സെഷൻസിൽ സവർക്കർ നടത്തിയ സ്പീച്ചുകളാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഹിന്ദു നാഷണലിസത്തിന്റെ ഒക്കെ ഒരു ഫ്രെയിം വർക്കായിട്ടും അതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ ആയിട്ട് മാറുന്നത്. ഈ വർക്കുകളാണ്, ഈ സ്പീച്ചുകളാണ് പിന്നീട് ഹിന്ദു രാഷ്ട്ര ദർശൻ എന്നുള്ള പേരിൽ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, so as a president from 1937 to 1942, the speeches that he delivered at its annual sessions of Hindu Mahasabha emerged as the framework of the principle of Hindu nationalism. ഹിന്ദു നാഷണലിസത്തിന്റെ ഒരു ഫ്രെയിംവർക്ക് ഓഫ് പ്രിൻസിപ്പിൾസ്, തത്വങ്ങളായിട്ട് മാറുകയാണ്. ഈ സ്പീച്ചസ് ആണ് പിന്നീട് ഹിന്ദു രാഷ്ട്ര ദർശൻ എന്ന പേരിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ ഹിന്ദു മഹാസഭയുടെ പീക്കിൽ നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സവർക്കർ പൊസിഷൻഡ് ഹിന്ദുസ് ആസ് ദ മെജോറിറ്റി ആൻഡ് ദ മുസ്ലിംസ് ആസ് ദ മൈനോറിറ്റീസ്. ഇന്ത്യ എന്നുള്ളത് അതൊരു ഹിന്ദു മെജോറിറ്റി രാഷ്ട്രമാണ് എന്നുള്ള രീതിയിലും സവർക്കർ എന്ത് ചെയ്തു, പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ സവർക്കർ ജിന്നയെയും ഗാന്ധിയെയും ഒരുപോലെ എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഹിന്ദു ഇൻട്രസ്റ്റുകളെ തകർക്കുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ ഹിന്ദുസിനോട് അദ്ദേഹം പറഞ്ഞു ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഹിന്ദുസത്തിലെ ഈ ഒരു ഇൻഡിവിസിബിലിറ്റി ഒക്കെ ഒഴിവാക്കണം എന്നുള്ളതും. അതുകൊണ്ട് ഒരു ഇന്ത്യയിൽ ഇപ്പൊ ഒരു പാൻ ഇസ്ലാമിക് അലയൻസ് ഉണ്ട്. അപ്പൊ സവർക്കറിന് ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ ജിന്നയുടെ മുസ്ലിം ലീഗ് ഭയങ്കര റിഗറസ് ആയിട്ട് ഒരു പാകിസ്ഥാൻ ഡിമാൻഡ് നടത്തുന്ന കാലഘട്ടമാണ്. സോ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സവർക്കറും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഈ ഒരു കാലഘട്ടത്തിൽ സവർക്കർ എന്ത് ഡിമാൻഡ് ചെയ്തു, ഒരു ഇന്ത്യയിൽ ഇപ്പൊ ഒരു പാൻ ഇസ്ലാമിക് അലിയൻസ് ഉണ്ട്, അഥവാ എല്ലാ ഇസ്ലാമുകളും അല്ലെങ്കിൽ മുസ്ലിംസുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്തത്. അതുപോലെ തന്നെ എന്തും വേണം, നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഒരു പാൻ ഹിന്ദു ബുദ്ധിസ്റ്റ് അലിയൻസ് വേണം എന്നൊരു അഭിപ്രായം ആർക്കുണ്ടായിരുന്നു, സവർക്കറിന് ഉണ്ടായിരുന്നു. ഓക്കെ. In 1940s സവർക്കർ എന്തായി മാറി, ഹിന്ദു ഫാക്ഷന്റെ ഫ്രെയിം ലീഡർ ആയിട്ട് മാറി. 10th May 1942 സവർക്കറിന്റെ അടുത്തൊരു മൂവ്മെന്റ് വരികയാണ്, അതാണ് അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ്. സോ 1924 രത്നാഗിരി ഹിന്ദു സഭ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1942 റിവേഴ്സ് 24-42 അത് കാലഘട്ടം എത്തുമ്പോൾ അത് അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ് എന്നുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട്, ഒരു ഓൾ ഇന്ത്യ മൂവ്മെന്റ് ആയിട്ട് സവർക്കർ വരുന്നത്. ഈ സമയത്ത് സവർക്കർ എന്ത് ചെയ്തു, ഈ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്ഷിപ്പ് നോയിനും കൂടുതൽ യുവാക്കൾക്ക്, പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കട്ടെ എന്നുള്ളതായിരുന്നു സവർക്കറിന്റെ വാദം എന്നുള്ളത്. പക്ഷെ ആ ഒരു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി നിലനിൽക്കുന്ന ആ ഒരു 4-5 കൊല്ലം എങ്ങനെയാണ് ഈ ഒരു സഭ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും എന്തൊക്കെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ സവർക്കർ നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ക്രിപ്സ് പ്രപ്പോസലിന്റെയും ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ഒക്കെ ഡെലിബറേഷൻ സമയത്ത് സവർക്കർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 1948 ഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വധിക്കുന്നു. അപ്പൊ ഈ നാഥുറാം ഗോഡ്സെ എന്നുള്ളത് അദ്ദേഹം ആരുടെ ഫോളോവർ ആയിരുന്നു, വി.ഡി. സവർക്കറിന്റെ ഒരു ആർഡന്റ് ഫോളോവർ ആയിരുന്നു നാഥുറാം ഗോഡ്സെ. അപ്പൊ വി.ഡി. സവർക്കറിന്റെ സ്പീച്ചാണ് ഗോഡ്സെയെ ഗാന്ധിയെ വധിക്കാൻ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ വി.ഡി. സവർക്കറിന്റെ ഒരു മെന്റിയാണ് ഈ ഒരു നാഥുറാം ഗോഡ്സെ എന്നുള്ളത് തിരിച്ചറിയുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, സവർക്കറിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 4th February 1948 സവർക്കറിനെയും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ he moved to Delhi where the trials took place in May 1948. അപ്പം അദ്ദേഹം ഡൽഹിയിൽ പോയി, പിന്നീട് കുറ്റാന്വേഷണത്തിനൊക്കെ വിധേയനായി, പിന്നീട് ജാമ്യം ലഭിക്കാൻ ചെയ്തിട്ടുള്ളത്. In the 1950s, Savarkar did deliver public speeches and lectures on the themes of nation, nationalism, history and past. ഈ പറയപ്പെടുന്ന ടോപ്പിക്കുകളിലൊക്കെ നാഷണലിസം, ഹിസ്റ്ററി ആൻഡ് ദ പാസ്റ്റ്, ഈ പറയപ്പെടുന്ന ടോപ്പിക്കുകളിലൊക്കെ സവർക്കർ നടത്തി, പബ്ലിക് സ്പീച്ച് നടത്തി. ഓക്കെ. So 1957 സവർക്കർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെന്റിനറി സെലിബ്രേഷൻ ഓഫ് ദ 1857 റിവോൾട്ട്. അപ്പം തുടങ്ങിയിട്ടുള്ളത് 1857 റിവോൾട്ടിന്റെ 50ാം വാർഷികം. 1907 സവർക്കറിന്റെ ഒരു നാഷണൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ആ വർക്കുകൾ എഴുതുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ. പിന്നെ അതിലൊരു 100 വർഷ കാലഘട്ടം 1957 പരിപാടിയിലും സവർക്കർ പങ്കെടുത്തിട്ടുണ്ട്. 1966 അദ്ദേഹത്തിന്റെ 83ാമത്തെ വയസ്സിലാണ് സവർക്കർ മരണപ്പെടുന്നത്. വിക്രം സമ്പത്ത് സവർക്കറിന്റെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. വിക്രം സമ്പത്ത് കൊടുത്ത ബയോഗ്രഫി ഓഫ് സവർക്കർ. ഇൻസൈഡ് ദ എനിമി ക്യാമ്പ് എന്നുള്ളത് സവർക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇൻസൈഡ് ദ എനിമി ക്യാമ്പ് എന്നുള്ളത് സവർക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇനി സ്വാതന്ത്ര്യ വീര സവർക്കർ എന്നൊരു ഫിലിം 2024 റിലീസ് ആയിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷനും കോറൈറ്ററും ഒക്കെ രൺദീപ് ഹൂഡയാണ്. രൺദീപ് ഹൂഡ തന്നെയാണ് അതിൽ സവർക്കറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫിലിമും ഓർത്തിരിക്കുക. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സവർക്കർ. അപ്പൊ സവർക്കറിനെ പറ്റിയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഇനി എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. ഈ സവർക്കറിന്റെ 3 മെയിൻ ഐഡിയോളജി ഉണ്ട്. ഒന്ന് ഹിന്ദുത്വ, മറ്റൊന്ന് നാഷണലിസം, പിന്നെ ഒന്ന് നോർമാറ്റീവ് ഇമാജിനേഷൻ എന്നുള്ളത്. അപ്പൊ ഹിന്ദുത്വ എന്നുള്ളത് എന്താണ്, ഹിന്ദു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ അല്ലെങ്കിൽ സിവിലൈസേഷണൽ വാല്യൂസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാകുക എന്നുള്ളത്. നാഷണലിസം എന്നുള്ളത് 2 ഐഡിയോളജി ഉണ്ട് നാഷണലിസത്തിൽ. ഒന്ന് സ്വരാജ്യം, മറ്റൊന്ന് സ്വധർമ്മയാണ്. ഇപ്പം പാട്രിയോട്ടിസം ഉണ്ടാവുകയും ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, രാഷ്ട്രത്തിനോട് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യുകയും വേണം. അതാണ് സവർക്കറിന്റെ നാഷണലിസം എന്നുള്ളത്. അപ്പൊ സ്വരാജ്യ മീൻസ് സെൽഫ് റൂൾ, ഫ്രീഡം. സ്വധർമ്മ മീൻസ് നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ സവർക്കറിന്റെ സ്വധർമ്മ എന്നുള്ളത് പ്രൊട്ടക്റ്റിംഗ് വൺസ് ഓൺ റിലീജിയൻ ആൻഡ് കൾച്ചർ എന്നുള്ളതാണ് സവർക്കർ മുന്നോട്ട് വെച്ച സ്വധർമ്മം. നോർമാറ്റീവ് ഇമാജിനേഷൻ എന്നുള്ളത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആ ഒരു സോഷ്യൽ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് വാല്യൂസിനൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഈഗിലിറ്റേറിയൻ സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകുക.
അപ്പം എന്താണ് ഹിന്ദുസത്തിന്റെ കൾച്ചറും സോഷ്യൽ പ്രാക്ടീസൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്ത് വേണ്ട, ഈ കാസ്റ്റ് സൊസൈറ്റി വേണ്ട, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി പോലെയുള്ള ഇൻഈക്വാലിറ്റി പ്രാക്ടീസസുകളൊന്നും വേണ്ട. അതായിരുന്നു സവർക്കറിന്റെ മൂന്നാമത്തെ ഐഡിയോളജി, വിച്ച് വി കോൾ ആസ് നോർമാറ്റീവ് ഇമാജിനേഷൻ എന്നുള്ളത്. ഓക്കെ, സോ Savarkar's imagination of modern India was an egalitarian, casteless society with a strong Hindutva ideal. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭിനവ ഭാരത്. അപ്പം ഇതാണ് സവർക്കറിനെ പറ്റിയിട്ടുള്ള പറയാനുള്ളത്. ഈ സവർക്കറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആൻസർ വരും. അഭിനവ് ഭാരത് വാസ്, അപ്പൊ അഭിനവ് ഭാരത് ഏത് രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ എന്നാണ് ചോദ്യം. എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ്, എ സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ, എ റിലീജിയസ് സൊസൈറ്റി, ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ. എന്തായിരുന്നു അഭിനവ് ഭാരത്? നമ്മൾ പറഞ്ഞു മിത്രമേളയും അഭിനവ് ഭാരതൊക്കെ എന്താണ്, റെവല്യൂഷണറി നാച്ചുറൽ ഓർഗനൈസേഷൻസ് ആണ്. അപ്പം എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ് മിത്രമേളയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ മിത്രമേള ഏത് രീതിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് മിത്രമേള ഏത് രീതിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇങ്ങനെ പെറ്റീഷൻസ് ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കാം. ഓപ്ഷൻ ബി, ആർമിഡ് റിവോൾട്ട്. ഓപ്ഷൻ സി, ബ്രിട്ടീഷായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻസ്. ഓപ്ഷൻ ഡി, മെമ്മോറാണ്ടം. അപ്പം മിത്രമേള പോലുള്ള ഒരു ഓർഗനൈസേഷൻ ഏത് മെത്തേഡ് സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൺഫ്യൂഷന്റെ ഒരു ആവശ്യമില്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അത് ആൻസർ? ആർമിഡ് റിവോൾട്ട് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഈ മിത്രമേളയുടെ ഭാഗമായിട്ട് പിന്നീട് എന്ത് ചെയ്തു, അഭിനവ് ഭാരത് സൊസൈറ്റി വരുന്നു. ഇവരൊക്കെ ഈ ഒരു റെവല്യൂഷണറി ഐഡിയോളജി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് എന്ത്, 1909 നാസിക് കോൺസ്പിറസി കേസ്. എന്താണ് നാസിക് കോൺസ്പിറസി കേസ്? ആരാണ് വധിച്ചിട്ടുള്ളത്? നാസിക് ഡിസ്ട്രിക്റ്റിലെ കളക്ടറായിരുന്ന AMJ ജാക്സനെ വധിച്ച കേസ്. അപ്പൊ അവിടേക്ക് എന്താണ് നടത്തുന്നത്? ആർമഡ് റിവോൾട്ട് ആണ് നടത്തുന്നത് അല്ലെ. അപ്പൊ നാസിക് കോൺസ്പിറസി കേസ് ഒക്കെ നടത്തുന്ന ടീമാണ്. അപ്പൊ എന്താണ്, ആർമഡ് റിവോൾട്ട് ആണ് ഇവരുടെ ഇത്. അപ്പൊ ആരാണ് വധിച്ചിട്ടുള്ളത് വെച്ചാൽ AMJ ജാക്സൺ ആണ് വധിച്ചിട്ടുള്ളത്. Next question. A member of Abhinav Bharat was sent to Paris to learn the art of bomb making from Russian revolutionaries. So Abhinav Bharat സൊസൈറ്റിയിലെ ഒരു മെമ്പർ ഒരാൾ പാരീസിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാണ്, എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുക എന്നുള്ളത് റഷ്യൻ റെവല്യൂഷണറീസിന്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ ആ മെമ്പർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, അജിത് സിംഗ്. ഓപ്ഷൻ ഇ, ബിപിൻ ചന്ദ്രപാൽ. ഓപ്ഷൻ സി, PN ഭാരത്. ഓപ്ഷൻ ഡി, GD സവർക്കർ. ഗണേഷ് ദമോദർ സവർക്കർ കേട്ടോ. VD സവർക്കർ അല്ല, ഗണേഷ് ദമോദർ സവർക്കർ. ആരാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്നുള്ളത് കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ആണ്, GD സവർക്കർ ആണ് കേട്ടോ. ഇദ്ദേഹമാണ് പോയിട്ടുള്ളത് നമ്മുടെ പാരീസിൽ പോയിട്ടുള്ളത്. എന്തിനാണ് പാരീസിൽ പോയിട്ടുള്ളത്? റഷ്യൻ വിപ്ലവകാരികളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ബോംബൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. Who among the following is not referred to as Chapekar brothers? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1897 ചപ്പേക്കർ ഇൻസിഡന്റ്, ചപ്പേക്കർ ബ്രദേഴ്സിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. എന്താണ്? 1897 പൂനെയിലെ പ്ലാഗ് കമ്മീഷണർ ആയിരുന്ന WC റാൻഡിനെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന എയ്റസിനെയും ഈ ചപ്പേക്കർ ബ്രദേഴ്സ് മർഡർ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. സോ ഈ മർഡർ ഇൻസിഡന്റ് ഭാഗമായിട്ട് പങ്കെടുത്ത 3 ബ്രദേഴ്സാണ് ചപ്പേക്കർ ബ്രദേഴ്സ്. ഇതിൽ ചപ്പേക്കർ ബ്രദേഴ്സ് അല്ലാത്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദാമോദർ ഹരി ചപ്പേക്കർ. ഓപ്ഷൻ ബി, വിനായക് ഹരി ചപ്പേക്കർ. ഓപ്ഷൻ സി, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ. ഓപ്ഷൻ ഡി, വസുദേവ് ഹരി ചപ്പേക്കർ. ആരാണ് ചപ്പേക്കർ ബ്രദേഴ്സിലല്ലാത്തത്? സോ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിനായക് ഹരി ചപ്പേക്കർ. അപ്പൊ അത് 3 അല്ലാത്ത DBV, ദാമോദർ, ബാലകൃഷ്ണ, വസുദേവ്, ഈ 3 ചപ്പേക്കർ ബ്രദേഴ്സ് ആണ് ആ ഒരു 1897 ഇൻസിഡന്റിന് പുറകെയുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ ആൻഡ് വസുദേവ് ഹരി ചപ്പേക്കർ. ഇവർ 3 പേരാണ് ആര്? ചപ്പേക്കർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ ആൻഡ് വസുദേവ് ഹരി ചപ്പേക്കർ എന്നുള്ളത്. അപ്പൊ ഈ ചപ്പേക്കർ ബ്രദേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, തിലകിന്റെ സ്പീച്ചുകളും റൈറ്റിംഗ്സുകളും ഒക്കെ ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് ഈ യങ് ചപ്പേക്കർ ബ്രദേഴ്സ് ഹിന്ദു ധർമ്മ സംരക്ഷണി സഭ എന്നുള്ള ഒരു സഭ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിന്ദു ധർമ്മ സംരക്ഷണി സഭ എന്ന് പറയുന്ന ഒരു സഭ ഈ ചപ്പേക്കർ ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ എന്താണ് ഈ ഒരു ഹിന്ദു ധർമ്മ സംരക്ഷണ സഭയുടെ ലക്ഷ്യം എന്നുള്ളത്? ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ അസാസിനേഷൻ ഓഫ് സെവറൽ ഹേറ്റഡ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ഇവർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിലെ ചില ആൾക്കാർ ഭയങ്കര റൂഡായിട്ടുള്ള ആൾക്കാരുണ്ട്, അൺഒഫീഷ്യൽ ആയിട്ടുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ്. ഇവരെ വധിക്കുക എന്നുള്ളതായിരുന്നു ഈ ഹിന്ദു ധർമ്മ സംരക്ഷണ സഭയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. Okay, so Sapekar brothers assassinated a British official W.C. Rand. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിട്ടുള്ള W.C. റാൻഡിനെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മിലിറ്ററി എസ്കോർട്ട് ആയിരുന്ന ലെഫ്റ്റനന്റ് ഐറസിനെയും എന്ന് വധിച്ചു? ജൂൺ 22, 1897. ഡേറ്റ് ഓർത്തിരിക്കുക. ക്രോണോളജിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് ആണ് സപ്പേക്കർ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു W.C. റാൻഡിനെ സപ്പേക്കർ ബ്രദേഴ്സ് അസാസിനേറ്റ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ്? ജൂൺ 22, 1897. സോ അതിൽ ബ്രദേഴ്സ് എന്ത് ചെയ്തു? തൂക്കിൽ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ ദാമോദർ ഹരി ചപ്പേക്കറും ബാലകൃഷ്ണൻ ഹരി ചപ്പേക്കറും ഒക്കെ എന്ത് ചെയ്തു? അവർ മൂന്നാളും കൊലക്കുറ്റം ചെയ്തിട്ടുള്ളത് നേറ്റും. അങ്ങനെ 3 ബ്രദേഴ്സിനെയും 1899 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാങ് ചെയ്തു. ഇതാണ് ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ഇൻസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് ബുക്ക് കാളി ദ മദർ ഇൻഫ്ലുവൻസ്ഡ് the great artist അഭിനേന്ദ്രനാഥ് ടാഗോർ to create the painting ഭാരതമാത. അപ്പം നമുക്കറിയാം അഭിനേന്ദ്രനാഥ് ടാഗോറിന്റെ പെയിന്റിംഗ് ആണ് ഭാരത് മാത എന്നൊക്കെ അറിയാം. പക്ഷേ ഈ അഭിനേന്ദ്രനാഥ് ടാഗോറിന് ഭാരത് മാത അല്ലെങ്കിൽ ഭാരതാംബ എന്നുള്ള ആ ഒരു പെയിന്റിംഗ് വരക്കാൻ വേണ്ടിയിട്ട് സ്വാധീനം കൊടുത്തൊരു വർക്കായിരുന്നു കാളി ദ മദർ എന്നുള്ള വർക്ക്. ഈ കാളി ദ മദർ എന്നുള്ള വർക്കിന്റെ ഓദർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിസ്റ്റർ നിവേദിത, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി പണ്ഡിത രമാഭായി, ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ് കാളി ദ മദർ എന്നുള്ള വർക്ക് ബുക്കിന്റെ ഓഥർ? ആരാണ്? ഇതും ഈ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അധികം കാണുന്നതാണ്. ഇതിന് മുന്നേ വെബ് ഓഫ് ദ ഇന്ത്യൻ ലൈഫിന്റെ ഓഥർ ആരാണെന്നുള്ള രീതിയിൽ ഇയാളെ പറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമിന് ഇയാളുടെ ഒറിജിനൽ നെയിമായിട്ട് മാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ വർക്കാണ് കാളി ദ മദർ എന്നുള്ളത്. ഓക്കെ, സിസ്റ്റർ നിവേദിതയാണ് അതിന്റെ കറക്റ്റ് ആൻസർ. നമുക്ക് സിസ്റ്റർ നിവേദിതയിലേക്ക് വരികയാണെങ്കിൽ ഷി വാസ് ആൻ ഐറിഷ് ടീച്ചർ, ഓതർ, സോഷ്യൽ ആക്ടിവിസ്റ്റ്. അപ്പം ഒരു ഐറിഷ് വിമൻ ആണ് സിസ്റ്റർ നിവേദിത എന്നുള്ളത്. അപ്പം ഒറിജിനൽ നെയിം സംതിങ് മാർഗരറ്റ് സംതിങ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, സ്വാമി വിവേകാനന്ദയിൽ ഇൻസ്പയർഡ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നിന്ന് എന്താണ് ഈ ഒരു സ്വാമി വിവേകാനന്ദയുടെ ശിഷ്യത്വമൊക്കെ സ്വീകരിച്ചു. അങ്ങനെ സ്വാമി വിവേകാനന്ദ കൊടുത്ത പേരായിരുന്നു നിവേദിത എന്നുള്ളതൊക്കെ. Okay, anyway, she was an Irish lady എന്ന് ഓർക്കുക. She reached India in 1898. 1898 സ്വാമി സിസ്റ്റർ നിവേദിത ഇവിടെ എത്തുന്നത്, ഇന്ത്യയിൽ എത്തുന്നത്. 1898 സിസ്റ്റർ നിവേദിത ഇന്ത്യയിൽ എത്തുന്നത്. In 1898 she opened a girls school in ബാഗ് ബസാർ ഏരിയ ഓഫ് നോർത്ത് കൽക്കട്ട. അപ്പം വിമൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിമനും കൂടിയായിരുന്നു സിസ്റ്റർ നിവേദിത എന്നുള്ളത്. 1898 നോർത്ത് കൽക്കട്ടയിൽ ഒരു ഗേൾസ് സ്കൂള് സിസ്റ്റർ നിവേദിത സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഷി വാണ്ട് ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഹു വർ ഡിപ്രൈവ്ഡ് ഓഫ് ഈവൻ ബേസിക് എഡ്യൂക്കേഷൻ. ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ പോലും നിഷേധിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പെൺകുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒരു കണ്ടീഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സിസ്റ്റർ നിവേദിതയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. During the plague epidemic in Calcutta 1889, Nivedita nursed and took care of the patients. അപ്പോൾ കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് അവര് പ്ലാഗ് പേഷ്യൻസിനെ 1899 കൽക്കട്ടയിൽ ഉണ്ടായ പ്ലാഗിന്റെ ഭാഗമായിട്ട് പ്ലാഗ് പേഷ്യൻസിനെ നഴ്സ് ചെയ്തിട്ടുള്ള ഒരു വിമനും കൂടിയാണ് സിസ്റ്റർ നിവേദിത എന്നുള്ളത്. എന്തൊക്കെയാണ് സിസ്റ്റർ നിവേദിതയുടെ ഇമ്പോർട്ടന്റ് വർക്കുകൾ? ഇവിടെ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്നുള്ള വർക്ക്, മറ്റൊന്ന് കാളി ദ മദർ എന്നുള്ള വർക്ക്, ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം. അപ്പൊ ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്നുള്ള വർക്ക് ആരെ പറ്റി എഴുതിയ വർക്കാണ്? ആരാണ് സിസ്റ്റർ നിവേദിതയുടെ മാസ്റ്റർ? സ്വാമി വിവേകാനന്ദനെ പറ്റി എഴുതിയ വർക്കാണ്. നോട്ട്സ് ഓഫ് സം വാൻഡറിങ്സ് വിത്ത് സ്വാമി വിവേകാനന്ദ എന്നൊരു വർക്ക്. പിന്നെ Cradle Tales of Hinduism. ഇതൊന്ന് ഓർത്തിരിക്കുക. Cradle Tales of Hinduism. Who among the following is author of the work Cradle Tales of Hinduism എന്നൊക്കെ ചോദിച്ചാൽ അത് സിസ്റ്റർ നിവേദിതയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതിൽ പുരാണങ്ങളിലും രാമായണങ്ങളിലും മഹാഭാരതങ്ങളിലൊക്കെ പറയുന്ന കഥകളാണ് Cradle Tales of Hinduism എന്നുള്ള സിസ്റ്റർ നിവേദിതയുടെ വർക്കിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വർക്കാണ് സ്റ്റഡീസ് ഫ്രം ആൻ ഈസ്റ്റേൺ ഹോം എന്നുള്ളത്. പിന്നെ സിവിൽ ഐഡിയൽ ആൻഡ് ഇന്ത്യൻ നാഷണാലിറ്റി. ഹു ഈസ് ഓതർ ഓഫ് ദ വർക്ക്? സിവിൽ ഐഡിയൽ ആൻഡ് ഇന്ത്യൻ നാഷണാലിറ്റി എന്ന് ചോദിച്ചാൽ സിസ്റ്റർ നിവേദിതയാണ്. ഹിൻസ് ഓൺ നാഷണൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ,
hints on national education in India, glimpses of famine and flood in East Bengal. അപ്പോൾ ഇതാണ് സിസ്റ്റർ നിവേദിതയുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ഓർത്തിരിക്കണം? വെബ് ഓഫ് ദ ഇന്ത്യൻ ലൈഫ് ഓർക്കണം, കാളി ദ മദർ ഓർത്തിരിക്കണം, പിന്നെ മാസ്റ്റർ ആസ് ഐ സോ ഹിം, ക്രാഡിൽ ടൈൽസ് ഓഫ് ഹിന്ദുയിസം, സിവിൽ ഐഡൽ ആൻഡ് ഇന്ത്യൻ നാഷണാലിറ്റി എന്നുള്ള വർക്കുകൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഒരു ടീച്ചറാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെന്നുള്ളതൊക്കെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 KS കൃഷ്ണൻ, SS ഭട്നഗർ, TS വെങ്കടരാമൻ, ബീർബൽ സാനി. അപ്പൊ 4 ആൾക്കാരുണ്ട്. KS കൃഷ്ണൻ, BS ഭട്നഗർ, TS വെങ്കടരാമൻ, ബീർബൽ സാനി. ലിസ്റ്റ് 2 ഇവരുടെ ഫീൽഡ്, അപ്പൊ അതിൽ ഓരോരുത്തരും ഏത് ഫീൽഡിൽ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ ഒരു ഫീൽഡ് ഓഫ് എക്സലൻസ് ആണ് സെക്കൻഡ് ലിസ്റ്റിൽ തന്നിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചറൽ സയൻസ്, പാലിയോ ബോട്ടണി. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. A1 B2 C3 D4, A1 B2 C4 D3, A3 B2 C1 D4, A4 B2 C3 D1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ലൈക്ക് ആ തന്നിരിക്കുന്ന ഓർഡർ തന്നെയാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. A1 B2 C3 D4 എന്നുള്ളതാണ്. സോ ബീർബൽ സാനി. Birbal Sahni was an Indian paleobotanist who studied the fossils of the Indian subcontinent. അപ്പം ബീർബൽ സാഹ്നി പഠിച്ചിട്ടുള്ളത്, അദ്ദേഹം ഒരു പാലിയോ ബോട്ടണിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഫോസിൽസിനെ പറ്റിയിട്ടായിരുന്നു ബീർബൽ സാഹ്നി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്നുള്ളത് ജിയോളജിയും ആർക്കിയോളജിയുമാണ്. ബീർബൽ സാഹ്നിയുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്നുള്ളത് ജിയോളജിയും ആർക്കിയോളജിയുമാണ്. സോ അദ്ദേഹമാണ് ഇന്ന് നമ്മൾ പറയപ്പെടുന്ന ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി സ്ഥാപിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്. എവിടെയാണ് ഈ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ലക്നൌവിലാണ്. 1946 ഇദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. ഓക്കെ, സോ ബീർബൽ സാഹ്നിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ പേപ്പർ 1ലും ഒരു ചാൻസ് ഉണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പേപ്പർ 1ലും കാണാറുണ്ട്. ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലക്നൌവിലാണ്. 1946 ബീർബൽ സാഹ്നി എന്ന് പറയപ്പെടുന്ന ഒരു ഇന്ത്യൻ പാലിയോ ബോട്ടാണിസ്റ്റ് ആണത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്നുള്ളത് ജിയോളജിയും ആർക്കിയോളജിയും ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് KS കൃഷ്ണൻ. KS കൃഷ്ണൻ മീൻസ് കാര്യമനിക്കം ശ്രീനിവാസ കൃഷ്ണൻ, അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഹി വാസ് ആൻ ഇന്ത്യൻ ഫിസിസിസ്റ്റ്. ഇന്ത്യയിലെ ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സോ നമ്മുടെ രാമൻ സ്കാറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലോ, CV രാമന്റെ നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ച ഈ CV രാമന്റെ രാമൻ സ്കാറ്ററിംഗിന്റെ ഒരു കോ ഡിസ്കവർ ഒക്കെ ആയിട്ട് ആരുണ്ടായിരുന്നു? KS കൃഷ്ണൻ ഉണ്ടായിരുന്നു. TS വെങ്കടരാമൻ, he is an Indian botanist, agronomist and plant geneticist who specialized in the study of hybridization of sugarcane. അപ്പം TS വെങ്കടരാമന്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഷുഗർ കെയിൻ ആണ്. അദ്ദേഹമാണ് he is known as the sugarcane wizard. sugarcane wizard എന്നുള്ള ടൈറ്റിൽ ആർക്കുണ്ട്? TS വെങ്കടരാമന് ഉണ്ട്. ഓക്കെ, next SS Bhatnagar. He was an Indian colloidal chemist, academic and scientific administrator. He was the first Director General of the Council of Scientific and Industrial Research. നമ്മൾ കാണുന്ന CSIR ഉണ്ടല്ലോ, ഈ CSIRന്റെ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ആണ് SS Bhatnagar എന്നുള്ളത്. So Bhatnagar is revered as the father of research laboratories in India. ഇന്ത്യയിലെ റിസർച്ച് ലബോറട്ടറീസിന്റെ ഫാദർ എന്നൊരു അംഗീകാരവും ഭട്നഗറിനുണ്ട്. Next question, 9th question. Civil and Military Gazetteer was published from which of the following cities? So, ഇന്ത്യയിലെ ഏത് സിറ്റിയിൽ നിന്നാണ് സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റിയറിന്റെ പബ്ലിക്കേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. We have 4 options. Option A Madras, Option B Allahabad, Option C Calcutta, Option D Lahore. Correct answer. Correct answer option D Lahore ആണ് ട്ടോ.
The Civil and Military Gazette was a daily English language newspaper founded in 1872 in British India. So British India 1872 found ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് എന്നുള്ളത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഫ്രം ലാഹോർ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ സിംലയിൽ നിന്നും കറാച്ചിയിൽ നിന്നും പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടിൽ 1963 വരെ ഈ സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റർ എന്നുള്ള പത്രം ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Next question. Arrange the following events in the chronological order. This is very important. Towards independence ഉള്ള ഒരുപാട് ഈവൻസുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന്, മുസ്ലിം ലീഗ് begins direct action day. മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഇന്ററിം ഗവൺമെന്റ് ടേക്സ് ഓഫീസ്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ററിം ഗവൺമെന്റ് വരുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽസ് പാസ്ഡ് ബൈ ദ ഹൗസ് ഓഫ് കോമൺസ്. Indian independence bill passed by the House of Lords. Indian independence bill received royal assent. അപ്പോൾ നമ്മൾ ആകെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പഠിച്ചു പോയിട്ട് ഇവർ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുന്നത് നോക്കും. അത് ഹൗസ് ഓഫ് കോമൺസ് എപ്പോൾ പാസ് ചെയ്തു, ഹൗസ് ഓഫ് ലോർഡ്സ് എപ്പോൾ പാസ് ചെയ്തു, റോയൽ അസെന്റ് എപ്പോൾ ലഭിച്ചു എന്നുള്ളത്. ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ABCDE, BADCE, ABCDE, BACDE. ഏതാണ് കറക്റ്റ് ആൻസർ? ഡയറക്റ്റ് ആക്ഷൻ എപ്പോഴാണ്? August 16. ഏതാണ് ഇയർ? 1946. ഇന്ററിം ഗവൺമെന്റ് എപ്പം വന്നു? സെപ്റ്റംബർ 2 വന്നു. കറക്റ്റ് ആൻസർ വരാം ABDCE എന്നുള്ളതാണ്. സോ മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ 16th August 1946 മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നുള്ളത്. ഇന്ററിം ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് 2nd September 1946 ഇന്ററിം ഗവൺമെന്റ് ടേക്കിംഗ് ഓഫീസ് എന്നുള്ളത്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ഹൗസ് ഓഫ് കോമൺസ് പാസ് ചെയ്തിട്ടുള്ളത് July 15, 1947 ഹൗസ് ഓഫ് ലോർഡ് പാസ് ചെയ്തിട്ടുള്ളത് July 16, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് റോയൽ അസെന്റ് ലഭിച്ചത് July 18, 1947. പക്ഷേ കറക്റ്റ് ആൻസർ ABCDE എന്നുള്ളതാണ് കേട്ടോ. ABDCE അല്ല, ABCDE എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ 16th August 1946 മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ. 2nd September 1946 ഇന്ത്യൻ ഗവൺമെന്റ് ടേക്സ് ഓഫീസ്. പിന്നെ ആദ്യം കൊടുക്കുന്നത് ഹൗസ് ഓഫ് കോമൺസ് ആണ് 1947 July 15. പിന്നെ ഹൗസ് ഓഫ് ലോർഡ്സ്, പിന്നെ റോയൽ അസെന്റ് ലഭിക്കുന്നു July 18, 1947. അങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്ലാൻ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അത് മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. മൗണ്ട് ബാറ്റൻ കൊടുത്ത പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ലോർഡ് മൗണ്ട് ബാറ്റന്റെ പ്ലാനും കൂടി അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. സോ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ് ഇങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ഫ്രം ഒരു സെക്കൻഡ് വേൾഡ് വാർ അവിടെ നടക്കുന്ന തൊട്ട് ലില്ലിത്ത് ഗ്ലോയുടെ സ്റ്റേറ്റ്മെന്റും ലില്ലിത്ത് ഗ്ലോയുടെ ഓഫറും തൊട്ട് ഒരുപാട് ഇവന്റ് പറയാനുണ്ട്. ക്രിപ്സ് മിഷൻ ഫെയിൽ ആവുന്നു, പിന്നെ CR ഫോർമുല, ദേശായി ലിയാഖത്ത് പാക്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വെയ്വൽ പ്ലാൻ, ഷിംല കോൺഫറൻസ് ഫെയിൽ ആവുന്നു, ക്യാബിനറ്റ് മിഷൻ വരുന്നു, ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ വരുന്നു, അതിനനുസരിച്ച് ഇലക്ഷൻ നടക്കുന്നു. ആ രീതിയിൽ പിന്നെ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ. അപ്പം മുസ്ലിം ലീഗായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പാകിസ്ഥാൻ റെസൊല്യൂഷൻ, അവരുടെ ഡെലിവറൻസ് ഡേ ഒബ്സർവേഷൻ, ഇതിന്റെയൊക്കെ വർഷം ഡേറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞിരിക്കണം. വർഷം മാത്രമല്ല ഡേറ്റും അറിഞ്ഞിരിക്കണം. കാരണം ഒരേ വർഷത്തിൽ ഒരുപാട് ഈവൻറ്റ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ് കാലഘട്ടം എന്നുള്ളത്. സോ അവിടുന്ന് ചോദിച്ചാൽ എന്താവരുത്? കൺഫ്യൂസ്ഡ് ആവരുത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. ഇന്നത്തോടെ നമ്മൾ മോഡേൺ ഇന്ത്യയുടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള സീരീസിൽ നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യ ആയിട്ട് അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ ആയിട്ട് കാണാം. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു, ആൻഡ് താങ്ക് യു. ഹാപ്പി ലേണിംഗ്.